സ്വർഗത്തിലേക്ക് പോകുന്നവര്, നരകത്തിലേക്ക് പോകുന്നവർ. ജന്മം കൊണ്ട് ചില ജന്മങ്ങൾ പരാജയം ചോദിച്ചു വാങ്ങുന്നവരാണ്. ചില ആളുകൾ അങ്ങനെയാണ്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തവർ, എത്ര കേട്ടാലും അറിഞ്ഞാലും ബോധം തെളിയാത്തവര്. ചില ജന്മങ്ങൾ പരാജയം ചോദിച്ചു വാങ്ങുകയാണ്. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം, യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, തുദ്ഖിലുൽ ജന്നത ഖൗമാ, ഒരു വിഭാഗം ആളുകളെ, ഒരുപാട് ആളുകളെ അല്ലാഹുവേ നീ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. വതുദ്ഖിലുൻ നാറ ഖൗമാ, വേറെ ഒരുപാട് ആളുകളെ നീ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ തമ്പുരാനെ. ഫലിമ, അതെന്താണ്? എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിട്ടാ പോരെ? ചില ആളുകൾ സ്വർഗത്തിലേക്ക്, ചിലർ നരകത്തിലേക്ക്. നമ്മൾ അറിയണം, അല്ലാഹു ആരെയും നരകത്തിലേക്ക് സ്വർഗത്തിലേക്കെന്ന് റബ്ബ് നമ്മളെ നിർബന്ധിച്ചാക്കിയതല്ല. നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് അല്ലാഹു നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുമുള്ള കഴിവ് നൽകിയതിന് ശേഷം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമെന്ന ഇൽമ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ അല്ലാഹുവിനെ കുറ്റം പറയരുത്. അത് അല്ലാഹുവിന്റെ ഇൽമാണ്. നമ്മൾ ഓരോരുത്തരുടെയും കർമ്മമാണ്, നമ്മുടെ കർമ്മങ്ങളാണ് സ്വർഗവും നരകവും നിർണയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ ചെയ്തു, ഖളാഉ ചെയ്തു എന്ന് പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാകാതെ വരുമ്പോൾ ചില തെറ്റിദ്ധാരണ വരും. അല്ലാഹുവല്ലേ എന്നെ അങ്ങനെ ആക്കിയത്, അങ്ങനെ പറയല്ലേ. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ, जन्नत भी जहन्नम भी, अमल से जिंदगी बनती है, जन्नत भी जहन्नम भी, ये खाकी अपनी फितरत में न नूरी है न नारी है, അമൽ സേ ജിന്ദഗി ബൻതി ഹൈ. നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ്. മനുഷ്യന്റെ കർമ്മമാണ് അവന്റെ ജീവിതം. ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയാ? ആ മനുഷ്യൻ ജീവിതകാലത്ത് എന്തൊക്കെ ചെയ്തു, അതല്ലേ ആ മനുഷ്യന്റെ കർമ്മം, അവന്റെ ജീവിതം. അമൽ സേ ജിന്ദഗി ബൻതി ഹൈ, ജീവിതമാണൊരു കർമ്മമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. നമ്മൾ ചെയ്തു കൂട്ടുന്ന പണികൾ, നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അത്, തിന്മ ചെയ്താൽ അത്, ഈ കർമ്മമാണ് നമ്മുടെ ജീവിതം. ജന്നത്ത് ഭീ ജഹന്നം ഭീ, നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്നി ഫിത്റത്ത് മേ ന നൂരി ഹൈ ന നാരി ഹൈ, ഈ മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ ജന്മം നൽകിയത് തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അല്ലാഹു നമ്മളെ അങ്ങ് ആക്കി തന്നതല്ല. റബ്ബ് തആല അറിഞ്ഞു നമ്മൾ എന്താണ് ചെയ്യുകയെന്ന്. ആ കർമ്മഫലം റബ്ബ് അറിയാവുന്നത് അവന്റെ മലക്കുകളാൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർമ്മമാണ് സ്വർഗവും നരകവും നിർണയിക്കുന്നത്. ഇരിക്കട്ടെ, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, അല്ലാഹുവേ നീ എന്താണ് കുറെ ആളുകളെ സ്വർഗത്തിലേക്ക്, കുറെ ആളുകളെ നരകത്തിലേക്ക്? ഫലിമ, ഇതെന്തുകൊണ്ടാണ്? മൂസ നബിയോട് അല്ലാഹുവിന്റെ മറുപടി, യാ മൂസ നിങ്ങൾ പോയി കൃഷി ചെയ്യണം, നിങ്ങൾ പോയി കൃഷി ചെയ്യണം. മൂസ നബി അലൈഹിസ്സലാം വിത്തുകളെടുത്ത് കൃഷി പാകുകയാണ്. വിത്ത് പാകി കൃഷി ചെയ്യുന്നു. ഗോതമ്പിന്റെ കതിരുകൾ ഉണ്ടാകുന്നു. പടച്ചോനെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ അല്ലാഹ്. മൂസ നബിയെ, ഞാൻ ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങളുടെ കതിരുകൾ വളർന്നോ? വളർന്നു. എന്നാൽ ആ കതിരുകളൊക്കെ ഒന്ന് വെട്ടിയിട്ടതിന്റെ കറ്റകളെടുക്ക്. മൂസ നബി അലൈഹിസ്സലാം ചെടിയൊക്കെ വളർന്ന് വലുതായപ്പോ അതിന്റെ വിളവ് എടുക്കുകയുണ്ടായി. യാ മൂസ, മൂസ നബിയെ, ലിമ തറക്ത ഹാദാ, നിങ്ങൾ വിളവെടുത്ത് ആ നെല്ലിന്റെ കതിരുകൾ അരിഞ്ഞെടുത്തപ്പോ അതിന്റെ താഴ്ഭാഗത്ത് അതിന്റെ കുറ്റികൾ എന്തേ ബാക്കിയാക്കിയത്? അതെന്തേ അരിഞ്ഞെടുക്കാത്തത്? ആ കുറ്റിയും അതിന്റെ വേരുകളും. അത് അല്ലാഹുവേ ലാ ഖൈറ ഫീ,
അതിലൊരു കാര്യമില്ലല്ലോ പടച്ചോനെ, അത് വെറുതെ അല്ലേ, അത് വെറുതെ അല്ലേ? ഞാൻ എന്തിനാ അതെടുക്കേണ്ട കാര്യം? വിത്തല്ലേ വേണ്ടത്, ധാന്യം കിടക്കുന്നത് ഈ ധാന്യ ഇതിന്റെ സ്പൈക്കിലല്ലേ, അതുകൊണ്ട് ഞാൻ അതെടുത്തു. അതിന്റെ കച്ചകൾ, അതിന്റെ അടിഭാഗം, അതിന്റെ മുരട്, അതിലൊരു കാര്യമില്ലല്ലോ പടച്ചവനെ, ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, വഅന അത്റുകു ഫിന്നാരി മൻ ലാ ഖൈറ ഫീഹ്. ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് ഒരു നന്മയും ചെയ്യാത്തവനെ, ഒരു നന്മയുമില്ലാത്ത ആളുകളെ, അവരെയാണ് മുസനബിയെ ഞാൻ നരകത്തിലിടുന്നത്, അവരെയാണ് ഞാൻ ശിക്ഷിക്കുന്നത്. നിങ്ങൾ വിളവെടുത്തതിന്റെ കച്ച മുറിച്ചെടുത്തിട്ട് വേസ്റ്റ് ഭൂമിയിൽ തന്നെ ബാക്കിയാക്കിയതുപോലെ, ലാ ഖൈറ ഫീഹി, അതിലൊരു കാര്യവുമില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു ഉപകാരവുമില്ലാത്ത ആളുകളെയാണ്, ഒരു നല്ല വാക്ക്, നല്ല പ്രവർത്തനം, ഇതൊന്നും ചെയ്യാൻ മനുഷ്യജീവിതം ചെലവഴിക്കാത്ത ആളുകളെയാണ്, അവരെയാണ് ഞാൻ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് അല്ലാഹു കലീമുല്ലാഹി തങ്ങളോട് മറുപടി പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാമിനോട്. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറാ വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറാ, വ്യഭിചാരവും തോന്നിവാസവും മയക്കുമരുന്നും മദ്യപാനവും കൊണ്ടു നടക്കുന്ന ആളുകൾ, വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറാ, അവരിൽ നന്മയുണ്ട് എന്ന് അല്ലാഹു അറിഞ്ഞിരുന്നെങ്കിൽ ലഅസ്മഅഹും, അല്ലാഹുവിന്റെ വചനങ്ങൾ അവരെ അല്ലാഹു കേൾപ്പിക്കുമായിരുന്നു. അവരിൽ നന്മയില്ലാത്തതുകൊണ്ടാണ്, അവരായിട്ട് തിന്മയെ തെരഞ്ഞെടുത്തതുകൊണ്ടാണ് അവർക്ക് സന്മാർഗം ലഭിക്കാതെ പോയത്. വലൗ അസ്മഅഹും, ഈ ഉപകാരമില്ലാത്ത ആളുകളെ അല്ലാഹു അവന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ തന്നെ ലതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ മുഖം തിരിഞ്ഞു ഓടുന്നവരാണ്, അവരത് സ്വീകരിക്കാൻ പോകുന്നവരുമല്ല. അല്ലാഹു ഇത്തരം മോശക്കാരായ ആളുകളിൽ പെടാതെ അല്ലാഹു നമ്മളെ, നമ്മുടെ യുവജനങ്ങളെ, യുവതികളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ, മുസ്ലിം ബഹുജനങ്ങളെ മുഴുവനും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.